ഉപതെരഞ്ഞെടുപ്പിൽ CPM-ഉം BJP-യും തങ്ങൾക്ക് ഒരു വെല്ലുവിളിയെ ആയിരുന്നില്ലെന്ന നിലപാട് ആവർത്തിച്ച് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. ഒരു മത്സരം സൃഷ്ടിക്കാൻ പോലും രണ്ട് പാർട്ടിക്കും കഴിഞ്ഞിരുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ത്രികോണ മത്സരം എന്നത് മാധ്യമങ്ങൾ സൃഷ്ടിച്ച കാര്യമാണ്. രാഹുലിന്റെ ഭൂരിപക്ഷം നേരത്തെ തന്നെ അദ്ദേഹം പ്രവചിച്ചിരുന്നു. പാലക്കാട് മണ്ഡലത്തിലെ ഈ വിജയം മാസങ്ങൾക്ക് മുൻപ് പാർട്ടി ആരംഭിച്ച മുന്നൊരുക്കത്തിന്റെ ഫലമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് നഗരസഭയിൽ BJP-യുടെ കുത്തക വാർഡുകളിൽ പോലും മുന്നേറ്റമുണ്ടാക്കാൻ കോൺഗ്രസിനെ സഹായിച്ചതും ഈ മുന്നൊരുക്കമാണ്. അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭ കോൺഗ്രസ് തിരിച്ചുപിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് റെക്കോർഡ് ഭൂരിപക്ഷം നേടിയത് ഇടതുമുന്നണിക്കുള്ള താക്കീതാണെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM കോട്ടകളായ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്നും അതിനുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞുവെന്നും A. തങ്കപ്പൻ കൂട്ടിച്ചേർത്തു. സരിൻ പോയതുകൊണ്ട് കോൺഗ്രസ് വോട്ട് പോകുകയല്ല, മറിച്ച് CPM വോട്ട് കോൺഗ്രസിന് കിട്ടുകയാണ് ചെയ്യുക എന്നും താൻ മുൻപ് പറഞ്ഞിരുന്നുവെന്നും അത് കൃത്യമായ വിശകലനങ്ങൾക്കൊടുവിൽ പറഞ്ഞതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പണം ഞങ്ങൾ തരും. പാലക്കാട് നഗരസഭയിലെ ഈ മുന്നേറ്റം പാർട്ടി പ്രതീക്ഷിച്ചത് തന്നെയാണെന്നും അതിന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ ബൂത്ത് തലം മുതൽ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കോൺഗ്രസിന് എതിരല്ലാതെ മുന്നേറ്റം വരുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞു പരത്തിയതാണ് ഭിന്നിപ്പുണ്ടെന്നത്. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ LDF സർക്കാരിന് എതിരാണെന്നും കർഷകരായാലും സാധാരണ തൊഴിലാളികളായാലും പെൻഷൻ വാങ്ങുന്ന വയോജനങ്ങളായാലും എല്ലാവരും CPM-നെതിരാണെന്നും DCC പ്രസിഡന്റ് വ്യക്തമാക്കി. അതേസമയം വിവാദങ്ങളുടെ ഘോഷയാത്രയായിരുന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ ഒരു മാസം നീണ്ടുനിന്ന പ്രചാരണകാലം സിറ്റിംഗ് MLA ഷാഫി പറമ്പിൽ പാലക്കാട് വിട്ട് വടകരയിലേക്ക് പോയത് മുതൽ തുടങ്ങിയതാണത്. സ്ഥാനാർത്ഥി നിർണയവും കത്ത് വിവാദവും KPM-ലെ നീല ട്രോളി ബാഗും ഒടുവിൽ സുപ്രഭാതം പത്രത്തിലുൾപ്പെടെ വന്ന CPM-ന്റെ പരസ്യവും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തു. ഏറ്റവും ഒടുവിൽ ഇതെല്ലാം UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ തരംഗം മണ്ഡലത്തിലാകെ സൃഷ്ടിക്കുകയായിരുന്നു. ഇത് വഴിവെച്ചതാകട്ടെ മണ്ഡലത്തിലെ എക്കാലത്തെയും റെക്കോർഡ് ഭൂരിപക്ഷമായ സംഖ്യയിലേക്കും. പാലക്കാട് നഗരസഭയിലും 3 പഞ്ചായത്തുകളിലും വ്യക്തമായ മുന്നേറ്റമാണ് രാഹുൽ നടത്തിയത്. BJP-യുടെ കാവിക്കോട്ടയായ പാലക്കാട് നഗരസഭയിൽ കടന്നുകയറി കോട്ടകൾ തകർത്തായിരുന്നു രാഹുൽ മുന്നേറിയത്. BJP-ക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ലീഡ് സമ്മാനിച്ച പാലക്കാട് നഗരസഭ ഇത്തവണ കോൺഗ്രസിന് അനുകൂലമായി വിധിയെഴുതുകയായിരുന്നു. കോൺഗ്രസ് കോട്ടയായ പിരായിരിയിലെത്തിയപ്പോൾ ലീഡ് 10,000-വും കടന്നു. LDF-ഉം UDF-ഉം നേരിട്ട് മത്സരിക്കുന്ന മാത്തൂരിലും കണ്ണാടിയിലും രാഹുൽ മുന്നേറിയിട്ടുണ്ട്. ട്രോളി ബാഗ് വിവാദത്തിൽ CPM-ഉം BJP-യും പ്രതിഷേധ രംഗത്ത് കൈകോർത്തത് കോൺഗ്രസിന് ഗുണം ചെയ്യുകയായിരുന്നു. സ്ഥാനാർത്ഥിയായി K. മുരളീധരനെ രംഗത്തിറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DCC അയച്ച കത്ത് പുറത്തു വന്നപ്പോൾ മുതൽ ഭിന്നിച്ചു നിന്ന കോൺഗ്രസ് നേതൃത്വത്തെ ഒന്നിപ്പിക്കുകയാണ് ആ വിവാദം ഉണ്ടാക്കിയ ഫലം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.